ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകം നോക്കാം. ഈ ഒരു ശ്ലോകത്തിലാണ് ഭഗവാന്റെ കപിലാവതാരം പറഞ്ഞിരിക്കുന്നത്. നിജഭർതൃഗിരാ ഭവന്നിഷേവാ നിരതായാമഥ ദേവദേവഹൂത്യാം കപിലസ്ത്വമജായഥാ ജനാനാം പ്രഥയിഷ്യൻ പരമാത്മതത്വവിദ്യാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമുക്കിനിയും അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. നിജ ഭർതൃഗിര. നിജ എന്നാൽ തൻ്റെ എന്നുള്ള അർത്ഥം. ഭർതൃഗിര, ഗിര വാക്കുകൾ അല്ലെങ്കിൽ ഉപദേശം, നിർദ്ദേശം. ഭർതൃഗിര തൻ്റെ ഭർത്താവിൻ്റെ ഉപദേശപ്രകാരം. ഭവന്നിഷേവ, അവിടെ ഒരു ചെറിയ വരയുണ്ട്, അപ്പോൾ താഴത്തെ കൂടെ ചേർത്ത് പറയാം. ഭവന്നിഷേവ നിരതായാമഥ. ഭവന്നിഷേവ നിരതായാം അഥ. ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ഭവന്നിഷേവ നിരതായാമഥ. ഭവന്നിഷേവ ഭഗവാന്റെ ഭഗവാന്റെ ആ ഒരു വിചാരത്തിൽ, ഭഗവാനെക്കുറിച്ചുള്ള ആ ഒരു ചിന്തയിൽ, ഭഗവത് ഭജനത്തിൽ, ഭഗവത് ധ്യാനത്തിൽ നിരതായാം സദാ മുഴുകിക്കഴിഞ്ഞു. അഥ പിന്നീട്. ഇവിടെ 9 കുട്ടികളുമായിട്ട്, 9 അതിസുന്ദരികളായിട്ടുള്ള കുട്ടികളുമായി തിരികെ ആശ്രമത്തിലെത്തിയ ദേവഹൂതി ദേവി തൻ്റെ ഭർത്താവായ കർദമ പ്രജാപതിയുടെ നിർദ്ദേശപ്രകാരം സദാ ഭഗവത് ധ്യാനത്തിൽ മുഴുകിക്കഴിഞ്ഞു. ഇത്ര കാലവും ആശ്രമത്തിൽ നിന്നപ്പോൾ കർദമ പ്രജാപതിയായിരുന്നു ഭഗവത് സേവയിൽ മുഴുകിക്കഴിഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ തനിക്ക് പിറക്കാൻ പോകുന്ന ഭഗവാനാകുന്ന ആ ഉണ്ണിയെ സ്മരിച്ചപ്പോൾ ആ ഉണ്ണി എങ്ങനെയാണ് പിറക്കേണ്ടത്? സദാ അവിടുത്തെ തന്നെ ധ്യാനം ചെയ്തുകൊണ്ടാകട്ടെ എന്ന് കർദമ പ്രജാപതി തീരുമാനിച്ചു. അങ്ങനെ തൻ്റെ പ്രിയപത്നിയായ ദേവഹൂതിയോട് ഭഗവാനെ സദാ ധ്യാനം ചെയ്തുകൊണ്ടിരുന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് ദേവഹൂതി അതിൻ പ്രകാരം ചെയ്തു. അഥ, അഥ എന്നാൽ പിന്നീട്. ദേവ, ദേവ എന്നാൽ അല്ലയോ ഭഗവാനെ. ദേവഹൂത്യാം, ദേവഹൂതി ദേവിയില. കപിലസ്ത്വമജായഥ. കപിലഃ ത്വം അജായഥ. കപില എന്നിങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് കപിലസ്ത്വം അജായഥ. കപിലഃ എന്നാൽ കപില ഭഗവാനായി. ത്വം അങ്ങ്. അജായഥാഹ അവതരിച്ചു. അപ്പോൾ ഭഗവാന്റെ അവതാരം. ബാക്കി ഇത്ര കാലവും ഈ 9 പെൺകുട്ടികൾ ഉണ്ടാകുന്നതിനു മുൻപും കർദമ പ്രജാപതി ഘോരമായ തപസ് ചെയ്തു. ഇപ്പോൾ ഭഗവാൻ അവതരിക്കുന്ന സമയമായപ്പോൾ ഭഗവാന്റെ മാതൃത്വം അലങ്കരിക്കേണ്ടത്, അല്ലെങ്കിൽ ഭഗവാനെ തൻ്റെ ഉദരത്തിൽ ചുമക്കേണ്ടത് ദേവഹൂതി ദേവിയാണെന്ന് തോന്നിയത് കൊണ്ട് കർദമ പ്രജാപതി അതിനുള്ള തയ്യാറെടുപ്പുകൾ ആദ്യമേ നടത്തി. എന്തേ കാരണം? ആ ദേവഹൂതി ദേവിയുടെ ഉള്ളിൽ സദാ ആ ഭഗവാനും ഭഗവത് ചിന്തയും നിറഞ്ഞു നിൽക്കണമെന്ന് കർദമ പ്രജാപതിക്ക് അറിയാമായിരുന്നു. കാരണം ഒരമ്മയാകുന്നത് അതിന് മുൻപും കൂടി അതിന് ചില തയ്യാറെടുപ്പുകൾ വേണമെന്ന് കാണിച്ചു തരികയാണ്. ഒരമ്മയുടെ വികാര വിചാരങ്ങൾ നന്മയിലേക്ക് ഉറപ്പിച്ചു നിർത്തിയിട്ട് വേണം അമ്മയാകാനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കാൻ. അങ്ങനെ ഒരു നന്മ കലർന്ന വികാര വിചാരങ്ങളിലൂടെ അമ്മയാകാനുള്ള, ഗർഭത്തിൽ ഉണ്ണിയെ ധരിച്ച അമ്മയാകാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്ന 9 മാസക്കാലവും അതിനു മുൻപ് നേടിയെടുക്കുന്ന ആ ഒരു മുൻ തയ്യാറെടുപ്പും അല്ലെങ്കിൽ മുന്നൊരുക്കം താൻ
ആ ഉണ്ണിയെ ഗർഭത്തിൽ പേറാൻ പോകുന്നു, തൻ്റെ ഉദരത്തിൽ പേറാൻ പോകുന്നു. അതിനു വേണ്ടി അപ്പോൾ നേടിയെടുക്കുന്ന ആ ഒരു മനോബലം, ആ ഒരു മനസ്സിൻ്റെ നന്മ, ഇതെല്ലാം ചേരുന്നതാണ് ഒരു കുഞ്ഞിൻ്റെ സംസ്കാരമായി, അല്ലെങ്കിൽ സംസ്കാരത്തിൽ വലിയൊരളവ് വരെ പങ്കുവഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സാക്ഷാൽ സത്വഗുണപ്രധാനിയായിട്ടുള്ള, ഇല്ലെങ്കിൽ ഭഗവാൻ തന്നെയാണ് എല്ലാം. ഏതൊരു ഭഗവാനിലാണോ ഈ വിശ്വം മുഴുവൻ നിലനിൽക്കുന്നത്, ഏതൊരു ഭഗവാനാണോ ഇങ്ങനെയൊക്കെ ഇത് നടക്കണമെന്ന് നിശ്ചയിച്ചത്, ഭഗവാൻ തന്നെ ഉണ്ണിയായി വന്ന് പിറക്കാമെന്ന് തങ്ങളെ അനുഗ്രഹിച്ചത് ഏതൊരു ഭഗവാനാണോ, ആ ഭഗവാൻ തന്നെ ഉണ്ണിയായി പിറക്കുമ്പോൾ അതിനെ സ്വീകരിക്കുന്ന പാത്രം അതിന് യോഗ്യമായി തീരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ കർദമ പ്രജാപതി ദേവഹൂതി ദേവിയോട് ഭഗവാനെ ധ്യാനം ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ ഏതായാലും ഇപ്പോൾ ഇവിടെ കപിലസ്ത്വം അജായഥാഹ, അജായഥാഹ എന്ന് പറഞ്ഞാൽ അവതരിച്ചു. അല്ലയോ ഭഗവാനെ, അങ്ങ് തന്നെ കപില ഭഗവാനായിട്ട് വന്ന് അവതരിച്ചു. എന്തിനു വേണ്ടി? ജനാനാം പ്രഥയിഷ്യൻ പരമാത്മതത്വവിദ്യാം, ജനാനാം ജനങ്ങൾക്ക്, ഈ ലോകത്തിനായിക്കൊണ്ട്, പ്രഥയിഷ്യൻ പ്രകാശിപ്പിക്കാനായി, എന്താ? പരമാത്മതത്വവിദ്യാം, ആ പരമമായ ആത്മതത്വവിദ്യയെ പ്രകാശിപ്പിക്കുന്നതിനായിക്കൊണ്ട്, അല്ലയോ ഭഗവാനെ, ഈ ലോകത്തെ, ഈ ലോകത്തിലുള്ള അങ്ങയുടെ സൃഷ്ടികളായ ജനങ്ങളെയൊക്കെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി അവിടുന്ന് തന്നെ കപിലനായി, കപില ഭഗവാനായി ഈ ഭൂമിയിൽ വന്ന് അവതരിച്ചു. നമ്മൾ മുൻപേ പറഞ്ഞിരുന്നു, ഭഗവാന്റെ ഈ ഒരു അവതാരം, കപിലാവതാരം എന്ന് പറയുന്നത് തന്നെ ദുഷ്ടനിഗ്രഹത്തിനോ ഒന്നുമല്ല, ആ പരമമായ സത്യത്തെ, അല്ലെങ്കിൽ തൻ്റെ തന്നെ തത്വത്തെ ഈ ലോകത്തിന് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്കായിട്ട് പറഞ്ഞു തരുവാൻ വേണ്ടിയാണ്, ബോധ്യപ്പെടുത്തി തരുവാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള കപിലാവതാരം, ഇത് കപിലാവതാരം മാത്രമല്ല, നമുക്ക് മറ്റു പല അവതാരങ്ങളും കാണാം. ഈ ഒരു സത്യത്തെ, പരമമായ ആ സത്യത്തെ ലോകത്തിനായിക്കൊണ്ട് കാണിച്ചു തരുന്ന ജ്ഞാനസ്വരൂപികളായ ശുദ്ധജ്ഞാനത്തെ പ്രദാനം ചെയ്യാൻ വേണ്ടി ശുദ്ധജ്ഞാന സത്വം മുക്ത ബുദ്ധ സ്വരൂപമായി അവതരിച്ച പല അവതാരങ്ങളും നമുക്ക് കാണാം. അതിലൊന്നാണ് ഈ കപിലാവതാരം. ഇപ്പോൾ പറയാണ്, ലോകത്തിനായിക്കൊണ്ട് ആ പരമമായ ആത്മതത്വവിദ്യയെ പ്രകാശിപ്പിക്കാനായിക്കൊണ്ട്, അല്ലയോ ഭഗവാനെ, അവിടുന്ന് ദേവഹൂതി മാതാവിൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടു, അതിനുശേഷം ഇപ്പോൾ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. നിജഭർതൃഗിരാഭവന്നിഷേവാ നിരതായാമഥ ദേവദേവഹൂത്യാം പ്രഥയിഷ്യൻ കപിലസ്ത്വമജായഥാ ജനാനാം പ്രഥയിഷ്യൻ പരമാത്മതത്വവിദ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഇവിടെ കപിലാവതാരമായതുകൊണ്ടാണ് സർവത്ര പറയേണ്ടത്. ഇനി നമുക്ക് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ പറഞ്ഞിരുന്നു, ഭവൻ നിഷേവ നിരതായാമഥ, അതത്രയും കഴിയുന്ന ചേർത്ത് വായിക്കുക. അതേപോലെ നിരതായാം അഥ ആണ് മായ്ക്ക് അകാരം കൊടുത്തു വായിക്കുക. മൂന്നാമത്തെ വരിയിലും കപിലസ്ത്വമജായഥ, മായ്ക്ക് അകാരം കൊടുക്കുക. അജായഥ ജനാനാം പ്രഥയിഷ്യൻ പരമാത്മതത്വവിദ്യാം. ഇങ്ങനെ ചെറിയ ചെറിയ ഇതേ ഉള്ളൂ, ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ് അതിൽ. ഇനി നമുക്ക് ആ ഒരു ശ്ലോകത്തിൻ്റെ അന്വയക്രമത്തിലുള്ള പദങ്ങൾ കൂടി ഒന്ന് നോക്കാം. ഇവിടെ നമുക്കറിയാം, ദേവ എന്ന് വിളിക്കുന്നത് ഭഗവാന്റെ ഒരു സംബോധനയാണ്. അതുകൊണ്ട് തന്നെ
ആദ്യം ദേവ. അപ്പോൾ വെറുതെ നമ്മൾ ദേവ പറയില്ല, സംബോധനയായതുകൊണ്ട് ഹേ ദേവ. അഥ നിജഭർതൃഗിര ഭവന്നിഷേവാനിരതായാം ദേവഹൂത്യാം ജനാനാം പരമാത്മതത്വവിദ്യാം പ്രഥയിഷ്യൻ ത്വം കപിലഃ അജായഥാഹ. ഒന്നുകൂടി പറയാം. ഹേ ദേവ അഥ നിജഭർതൃഗിര ഭവന്നിഷേവാനിരതായാം ദേവഹൂത്യാം ജനാനാം പരമാത്മതത്വവിദ്യാം പ്രഥയിഷ്യൻ ത്വം കപിലഃ അജായഥാഹ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ.